നമുക്ക് തുടങ്ങാല്ലേ? പിന്നെ റെഡി. മാവേലി കൊമ്പത്ത് ഇഷ്ടപ്പെട്ട പാട്ട് കെട്ട് പൊട്ടിച്ചിരിക്കാം. മാവേലി മന്നൻ ഭരിച്ച കാലം നമ്മൾ മറന്നു പോയിടോ. ഈ കേരള നാട് ഭീകര നാടായി മാറിപ്പോയിടോ. നമ്മൾ പിറന്ന നാട്, ജനം തെറ്റിത്തിരിഞ്ഞ നാട്, മൊത്തം കൊള്ള പലിശക്കാര്. ചടപട 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 ഇടപിടി ഉടനടി നടപടി എടുത്തത് പടപട പടപട കടകൾ പൊളിച്ചത് തറപറ തറപറ തെറികൾ വിളിച്ചത് കുറുപടി എടുത്തുകൊണ്ട് അടിപിടി നടന്നത് മതിച്ചിടി തുരുത്തിന്റെ തലമണ്ട പൊളിച്ചത് പുളു 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 പുളുപടി പറഞ്ഞിട്ട് ചില 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 കളികൾ കളിച്ചിട്ട് കൊല 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 വിളി വിളിച്ചിട്ട് പല 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 തലകൾ തെറിച്ചിട്ട് പകിട കളിച്ചു ജയിച്ചൊരു മുക്കിന് ജയ് 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 മമ്മാലിക്ക മമ്മൂട്ടിക്ക മുണ്ടമ്പേലി ജോസപ്പേട്ട കണ്ണൂരുള്ള കണ്ണഞ്ചേത്ത കുഞ്ഞപ്പഞ്ചേത്ത പള്ളിയിലച്ച മുരളിയിലച്ച നമ്മളെ കമ്മത്തിന്റെ കെട്ടിടം പൊളിക്കേ ഓടി വേടാ. എന്റെ തിരുമേശാവാ നിർത്തണോ? പണ്ടാരം എന്റെ അക്രമമാണ് നിങ്ങൾ കാട്ടുന്നത്. എടോ നിർത്താൻ. എടോ നമ്മളുടെ കെട്ടിടം പൊളിക്കാൻ കൊടുക്കല്ലോ. ഞാൻ കൃഷിരാജ് സിംഗ് ആണ് പറയുന്നത്. യാരും തടയാൻ നിൽക്കണ്ട. സർക്കാർ വക കയ്യേറിയ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ ഒളിപ്പിക്കും. എടോ കൃഷി സിംഗ്, നിങ്ങളോട് ആരാണ് പറഞ്ഞത് നമ്മൾ സ്ഥലം കയ്യേറാൻ കൊടുത്തെന്ന്? താൻ കയ്യേറാமல் പിന്നെ ഈ സർക്കാർ വക റോഡ് സൈഡിൽ ഈ ബിൽഡിംഗ് അങ്ങനെ വന്നു? അത് നമ്മൾ പറയാം. നമ്മൾ അപ്പനപ്പൂപ്പന്മാരായിട്ട് പാരമ്പര്യമായിട്ട് പപ്പട കച്ചവടക്കാരാണ്. ഞങ്ങൾ റോഡ് സൈഡിലാണ് പറത്തിയ പപ്പടം ഉണങ്ങാൻ ഇടാൻ കൊടുക്കുന്നത്. റോഡ് സൈഡ് ആണല്ലോ, ആളുകൾക്ക് തിന്നാനുള്ള പപ്പടമാണല്ലോ. അപ്പോൾ പപ്പടത്തിൽ പൊടിയും ചെളിയും തെറിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ 4 സൈഡ് ഇഷ്ടിക വെച്ച് കെട്ടാൻ കൊടുത്തു. പിന്നെ കാക്ക പപ്പടത്തിൽ കാഷ്ടിക്കാതിരിക്കാൻ വേണ്ടി മേളിൽ ഒരു ഷീറ്റ് മേയാൻ കൊടുത്തു. അപ്പോഴാണ് നമ്മൾക്കൊരു കാര്യം മനസ്സിലായത്. പാവം പപ്പടത്തിനെ കാറ്റും വെളിച്ചവും കയറാൻ കൊടുക്കണല്ലോ തിരുമൽ ദേവാന്ന്. പിന്നെ എങ്ങനെ പപ്പടം ഉണങ്ങാൻ കൊടുക്കുന്നത്? അതുകൊണ്ട് നമ്മൾ 4 സൈഡിലും ജനാല വെച്ചു. നമ്മൾക്ക് കയറാൻ ഒരു വാതിലും വെച്ചു. കള്ളന്മാർ കയറാതിരിക്കാൻ വേണ്ടി ഒരു പൂട്ടം വെച്ചു. ഇതെല്ലാം ചെയ്തത് നാട്ടുകാർക്ക് നല്ല പപ്പടം തിന്നാൻ വേണ്ടിയാണ്, അല്ലാതെ നമ്മൾക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചുമ്മണക്ക ബിൽഡിംഗ് അല്ലടോ ഇത്. ഇതിനാണ് ഈ ഇംഗ്ലീഷിൽ കയ്യേറ്റം കയ്യേറ്റം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബീറാൻ കാക്കയുടെ സായക്കട റോഡ് സൈഡിലല്ലേ, അത് കയ്യേറ്റമല്ലേ? അതെന്താ പൊളിക്കാൻ കൊടുക്കാത്തത്? അതിന്റെ ടെക്നിക്ക് നമ്മൾ പറഞ്ഞു തരാം. ഞമ്മക്ക് ഈ ടീ പാർട്ടിയുടെ ഇടപെടലുള്ള തൊഴില്, അതിന്റെ ഒരു ഓഫീസിന്റെ ആവശ്യം വന്നപ്പോ നമ്മുടെ ചായക്കട മുകളിൽ തന്നെ നമ്മളൊരു ബോർഡ് അങ്ങോട്ട് വെച്ചു, ടീ പാർട്ടി ഓഫീസ്. ഇവന്മാര് കെട്ടിടം പൊളിക്കാൻ മഞ്ഞെന്നറിഞ്ഞപ്പോ തന്നെ നമ്മളൊരു ടെക്നിക്ക് അങ്ങോട്ട് പ്രയോഗിച്ചു. അതെന്താണ്? ബോർഡിലെ ടീ അങ്ങോട്ട് മാറ്റി കളഞ്ഞു. ബാക്കി എങ്ങനെ വായിക്കും? പാർട്ടി ഓഫീസ്. പൊളിക്കാൻ വന്ന ഒരു ബോർഡ് വായിച്ചിട്ട് നിന്നെ ഞെപ്പില് 4 മുദ്രാവാക്യം പോയിട്ട് അവരവരുടെ പാട്ടിൽ പോയി. തിരുമൽ ദേവ, നമ്മൾക്കും ഒരു ബോർഡ് വെച്ചാൽ മതിയായിരുന്നു. പപ്പട പാർട്ടി ഓഫീസർ. പൊളിച്ച് മാറ്റ്. തിരുമൽ ദേവ, പൊളിക്കരുത് പൊളിക്കരുത്, നമ്മൾ സമ്മതിക്കില്ല. നമ്മളുടെ ശവത്തിൽ ശവത്തിൽ വേണം ഇത് പൊളിക്കാൻ. താൻ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. രേഖ എവിടെ? രേഖ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. രേഖയില്ല, അവളുടെ അനുജത്തെ ഗീതയുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പക്ഷേ ഇതൊക്കെ മോശമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സിഎം വരുന്നുണ്ട്, അവരോട് അഭിവാദ്യം അഭിവാദ്യം. എന്താടോ കൃഷിരാജ് സിൻഹെ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നത്? തന്റെ പൊളിയെവിടം വരെയായി? അടിപൊളി സർ. നന്നായി. ആദ്യം അടി പൊളിച്ചത് കൊണ്ട് മുകൾ ഭാഗം തന്നെ വീഴും. മിടുക്കൻ. ലോട്ടറി 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 ഭൂട്ടാൻ ലോട്ടറി ഭൂട്ടാൻ ലോട്ടറി ഭൂട്ടാൻ ലോട്ടറി 10 രൂപ മുടക്കൂ, അന്യ സംസ്ഥാനത്തെ രക്ഷിക്കൂ. ഭൂട്ടാൻ ലോട്ടറി. മുഖ്യമന്ത്രി സാറേ, 10 രൂപ മുടക്കൂ, 1 കോടി നേടൂ. വേണ്ടടോ, ലോട്ടറിയിൽ നിന്നും 2 കോടി കിട്ടിയതിന്റെ ക്ഷീണം പാർട്ടിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോഴാണ് തന്റെ 1 കോടി കൊണ്ടുപോടോ. ഭൂട്ടാൻ ലോട്ടറി ഭൂട്ടാൻ ലോട്ടറി. ഞങ്ങളെ പൂട്ടാനാണ് ലോട്ടറി എന്ന് മനസ്സിലായി. എടോ കൃഷിരാജേ, ആ കാണുന്ന ബിൽഡിംഗ് പൊളിച്ചിട്ടും താൻ ആ ഹോട്ടൽ എന്താ ബാക്കി നിർത്തിയേ? അത് ഉച്ച കളഞ്ഞു പൊളിച്ചത് സാർ. അതെന്താടോ? നമുക്കെല്ലാവർക്കും ഉച്ചക്കുള്ള ഊണ് അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാ പിന്നെ ചുമ്മാ നിൽക്കാതെ ഈ ബിൽഡിംഗ് പൊളിയടോ. ഇത് പൊളിക്കാൻ ഈ കമ്മത്ത് സമ്മതിക്കുന്നില്ല സാർ. നമ്മൾ സത്താനസറി ഇത് പൊളിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ നമ്മളെ തലേനെ വിളിക്കും. ഇവർ പൊളിക്കുന്നത് നമുക്കൊന്നും കാണണമല്ലോ. ആരുടെ തല? ആരുടെ തലയല്ല, ഇത് കോളനിക്കാരുടെ മൊത്തം തല. തലേ തലേ
അയ്യോ എന്താ സാറേ ഇവിടെ പ്രശ്നം? ആരാ മോനെ ഈ റിസോർട്ടൊക്കെ ഇവിടെ പൊളിച്ചിട്ടിരിക്കുന്നത്? ഇതാണോ തല? ഇയാൾക്ക് തല മാത്രമല്ലല്ലോ, ഉടലും കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ. എല്ലായിടത്തും പോയി എല്ലാം കണ്ടു. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് JCBയുടെ കൈകളാണ്. എടോ തലേ, നിർത്തണോ തന്റെ ഡയലോഗ്? സർക്കാർ സ്ഥലം അനധികൃതമായി കയ്യേറിയാൽ ഏത് പൊന്നുമോനായാലും മുഖം നോക്കാതെ ഞാൻ തിരിച്ചു പിടിക്കും. സർ, സർക്കാരിന്റെ ഭൂമി എന്ന് അവകാശപ്പെടുന്ന ഈ ഭൂമി പണ്ട് ഭരിച്ചിരുന്നത് ഒരു പുണ്യാത്മാവായിരുന്നു. ഹേയ് ഗുരുവായൂരപ്പ, അയ്യോ നമസ്കാരം. ഇതെപ്പ വന്നു? ഞാനിവിടെ ഉണ്ട്. കേൾക്കച്ചു മാമ, കേൾക്ക്. മോഹൻലാൽ എന്നെ കുറിച്ച് പറയുന്ന കേട്ടില്ലേ? പുണ്യാത്മാവെന്ന്. സവാരി ഗിരി ഗിരി. നിങ്ങളെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. അതായത് അധർമ്മത്തെ എതിർത്തുകൊണ്ട് സത്യവും ധർമ്മവും നീതിയും. ചോപ്പിച്ച്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇല്ലാത്തതിനെ കുറിച്ച് പറയാതെ ഉള്ളതിനെ കുറിച്ച് പറയൂ. ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, ശൈശവ മരണം. ഇയാളെ ഇപ്പൊ ആരാ ഇങ്ങോട്ട് വിളിച്ച്? ഇയാളെയാണോ വീട്ടിൽ പോയിരിക്കണോ? ഞാൻ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എനിക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഞാൻ പോരോ? താൻ അവിടെ നിന്നും പോടോ. അയ്യേ, എന്താ ഇത്? നിങ്ങൾ രണ്ടുപേർക്കും പിള്ളേരുടെ മനസ്സാ, ചില തെണ്ടി പിള്ളേരുടെ. പിന്നെ ഇപ്പോൾ നിങ്ങൾ സർക്കാർ സ്ഥലമെന്ന് അവകാശപ്പെടുന്ന ഈ സ്ഥലത്തിന്റെ യഥാർത്ഥ അവകാശി മാവേലി തമ്പുരാനല്ലേ? അദ്ദേഹം വരട്ടെ, അദ്ദേഹത്തോട് ചോദിച്ചിട്ട് പോരെ ഈ പൊളിക്കലും അടുക്കലും ഒക്കെ? പോരാ, പട്ടയമില്ലാത്ത കെട്ടിടങ്ങളെല്ലാം ഞാൻ ഇടിച്ചു പൊളിച്ച് നിരത്തിയിരിക്കും. എടോ കൃഷിരാജേ, പൊളിച്ചടുക്കടോ.